ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ മരണം 50,000 കടന്നു. 2023 ഒക്ടോബറിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധത്തിൽ 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റതായും ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം കണക്ക് പുറത്തുവിട്ടു. മരണം രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം മാത്രമാണ് ഇത്. രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി കൂട്ടുമ്പോൾ മരണസംഖ്യ ഇതിലും വർദ്ധിക്കും. മരിച്ചവരിൽ ധാരാളം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. 2025 ജനുവരി 19 ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച യുഎസിന്റെ പിന്തുണയോടെ ഇസ്രയേൽ ശക്തമായ യുദ്ധം പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കനത്ത ആക്രമണമാണ് ഗാസയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത്. ആക്രമണത്തിൽ പാലസ്തീൻ പാർലമെന്റ് അംഗവും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. പാലസ്തീൻകാരോട് ഈജിപ്ത് അതിർത്തിയായ റാഫയിൽ നിന്ന് ഒഴിഞ്ഞുപോകാനും ഇസ്രയേൽ സൈന്യം നിർദ്ദേശിച്ചു.